ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും യൂണിക് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്കാണ്, അതായത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ്. അതിന് മധുരക്കിഴങ്ങ് പുഴുങ്ങി നമ്മളിതുപോലെ ഉടച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഞാനിവിടെ എടുത്തേക്കുന്നത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ്, ഈ പൊടി മസാലകളായ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർക്കുക. ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, കാരണം കുട്ടികൾക്കും കൂടിയും കഴിക്കാമല്ലോ. അധികം എരിയായാലും അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം കുറച്ച് ബ്രെഡ് പൊടിച്ചത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ റൊട്ടിപ്പൊടി അല്ലെങ്കിൽ റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതാണ് ചേർക്കുക. അങ്ങനെ ചേർത്ത് ഇതുപോലെ നന്നായി കുഴച്ചെടുത്ത് അതിൽ നിന്നും ഓരോ ഉരുളകളായിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇടയ്ക്ക് ഇത്തിരി വെള്ളമോ എണ്ണയോ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ നന്നായി ഉരുട്ടിയെടുത്ത് കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ പരത്തിയെടുക്കുക. കണ്ടോ, നമുക്ക് ഏതാണ് ഷേപ്പ് വേണ്ട ആ ഷേപ്പിൽ ഞാൻ ഈ ഷേപ്പാണ് കേട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മൗണ്ട് വെച്ച് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പം നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ പരത്തിയെടുത്ത് കണ്ടോ, അങ്ങനെ ഓരോന്നും ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പരത്തി ഷേപ്പാക്കിയെടുത്തത് മാറ്റി വയ്ക്കുക. നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചത്, മുട്ട. അപ്പോൾ ഓരോ കട്ട്ലേറ്റ് നമ്മൾ ഷേപ്പാക്കി വെച്ചത് ഈ മുട്ടയിൽ മുക്കുക, അതുപോലെ തന്നെ ഈ ബ്രെഡ് പൊടിയിൽ മുക്കി എടുക്കുക. ഇങ്ങനെ 2-3 തവണ നമ്മൾ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലേറ്റ് ചെറുതീയിൽ വെച്ച് നമ്മൾ വേഗം തന്നെ, ബ്രെഡ് പൊടി ആയതുകൊണ്ട് വേഗം തന്നെ നമ്മൾ വേവിച്ച് കോരി മാറ്റണം കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായ മധുരക്കിഴങ്ങ് കട്ട്ലേറ്റ് റെഡി. അത് നമ്മൾ സോസും കൂട്ടി, ടൊമാറ്റോ സോസും കൂട്ടി നമ്മൾ കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.